മലങ്കര കാതലിക് ടി വിയിലെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സഭാശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാന ചിന്തകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇന്ന് പ്രത്യേകമായിട്ടും യേശു ക്രിസ്തു ദൃശ്യമായ ഒരു സഭ സ്ഥാപിച്ചോ, ആ സഭ ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ടോ? സഭ എന്നതുകൊണ്ട് യേശുക്രിസ്തു എന്താണ് അർത്ഥമാക്കിയത്? ഈ ചിന്തകളാണ് ആമുഖമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവം പഴയ നിയമത്തിൽ ഭാഗികമായും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ പൂർണ്ണമായും തന്നെ വെളിപ്പെടുത്തി. യേശു മനുഷ്യനായി ജനിച്ച് 30 വർഷം രഹസ്യജീവിതം നയിച്ച് 3.5 വർഷം പരസ്യ ശുശ്രൂഷ നിർവഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അതിനുശേഷം കർത്താവ് ഉത്ഥിതനായി. അതിനുശേഷം 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി. യേശുക്രിസ്തുവിൻ്റെ മരണ ഉത്ഥാന ശേഷം, പെന്തിക്കോസ്തിക്ക് ശേഷം എങ്ങനെയാണ് യേശുവിൻ്റെ ശുശ്രൂഷകൾ ഈ ലോകത്തിൽ നിർവഹിക്കപ്പെട്ടത് എന്ന് ചരിത്രപരമായി നാം മനസ്സിലാക്കുക ഏറെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പത്രോസിനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞൊരു മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. യേശു അത് കേട്ടപ്പോൾ ആ 2 ടൈറ്റിൽസും, ദൈവപുത്രൻ, മിശിഹ എന്നീ 2 ടൈറ്റിൽസ് അല്ലെങ്കിൽ പേരുകൾ കർത്താവ് സ്വീകരിക്കുകയാണ്. അതിനെ കർത്താവ് നിഷേധിച്ചില്ല. എന്നിട്ട് യേശു മറുപടി പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ചുരുക്കത്തിൽ യേശു ഈ 2 പേരുകളും അംഗീകരിക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണത് അർത്ഥമാക്കുന്നത്? അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മാമോദീസ സമയത്തും താബോർ മലയിലും നാം പ്രത്യേകമായിട്ട് അത് കാണുന്നുണ്ട്. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ പുത്രനാണ്, ദൈവപുത്രനാണ് യേശു എന്ന് ഈ പ്രയോഗത്തിലൂടെ നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ പത്രോസ് പറഞ്ഞു, നീ മിശിഹായാണ്. ആരാണ് മിശിഹ? പഴയ നിയമത്തിൽ 3 കൂട്ടരാണ് അഭിഷേകം ചെയ്യപ്പെടുക: പ്രവാചകന്മാരും, പുരോഹിതന്മാരും, രാജാക്കന്മാരും. ഈ 3 വിഭാഗത്തിൽപ്പെട്ടവരെയാണ് അഭിഷിക്തർ എന്നറിയപ്പെടുക. വരാനിരിക്കുന്ന മിശിഹ, ആ വാക്കിൻ്റെ തന്നെ അർത്ഥം ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ വരാനിരിക്കുന്ന മിശിഹ ഈ 3 യാഥാർത്ഥ്യങ്ങളുടെയും മകുടമായിരിക്കും. അപ്പോൾ അനാദിയിലെ പിതാവാം ദൈവത്താൽ തന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം കിട്ടിയവനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. അനാദിയിലെ പിതാവിൽ നിന്നും അഭിഷേകം സ്വീകരിച്ച് മിശിഹായായി തീർന്നവനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. അതുകൊണ്ട് അനാദിയിലെ അവൻ പ്രവാചകനും പുരോഹിതനും രാജാവുമാണ്. അനാദിയിലെ അവൻ നിത്യപുരോഹിതനാണ്, നിത്യരാജാവാണ്, നിത്യപ്രവാചകനാണ്. പിതാവായ ദൈവത്തിൽ നിന്നാണ് ദൈവപുത്രന് ഈ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്നത്. പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ അവിടുന്ന് മിശിഹായാണ്, ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞത്, നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന്. ചുരുക്കത്തിൽ യേശു മിശിഹായായതിനാൽ യേശുവിന് 3 മിശിഹായ്ക്കടുത്ത വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അവൻ നിത്യപുരോഹിതനും നിത്യരാജാവും നിത്യപ്രവാചകനും ആണ്. ഈ 3 തലത്തിലുള്ള ശുശ്രൂഷകളും യേശുവിനുണ്ടായിരുന്നു. അവിടുന്ന് പ്രവാചക ശുശ്രൂഷയും പുരോഹിത ശുശ്രൂഷയും രാജകീയ ശുശ്രൂഷയും നിർവഹിച്ചു. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു
പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് നാം വിശുദ്ധ ലിഖിതത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഉൽപ്പത്തി 1:26-27. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന തൃത്വൈക കൂട്ടായ്മയിൽ ദൈവപുത്രൻ തന്നെ തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്നാണ് പൗരസ്ത്യ ദൈവശാസ്ത്രം പറയുക. ദൈവപുത്രൻ താൻ എടുക്കാൻ പോകുന്ന മനുഷ്യരൂപം മുമ്പിൽ കണ്ടുകൊണ്ട് മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി. അങ്ങനെ ആദത്തെ തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി. അതായത് ഊതുക എന്നുള്ളത് പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. അവൻ്റെ മൂക്കിലേക്ക് ഊതി ദൈവിക അംശം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി ആദത്തെ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി അഭിഷേകം ചെയ്തു. ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രിമിയോൻ സദറകളിലൊക്കെ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച 3-ാം മണിക്ക് ആദത്തെ പർദീസായിൽ പ്രവാചകനും പുരോഹിതനും രാജാവുമാക്കി വാഴിച്ചു. അങ്ങനെ ദേവപുത്രനായ യേശുവിൻ്റെ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മനുഷ്യനെ ഫലമേൽപ്പിക്കുകയാണ്, ആദത്തെ ഫലമേൽപ്പിക്കുകയാണ്. എന്നാൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്ക് ഈ പരിശുദ്ധാത്മ അഭിഷേകം നഷ്ടമായി, ദൈവത്തിൻ്റെ അംശം നഷ്ടമായി. ഉൽപ്പത്തി 6:3 നാം വായിക്കുന്നു, എൻ്റെ ആത്മാവ് ഇനിയും മനുഷ്യനിൽ വസിക്കുകയില്ല, അവൻ ജഡമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അംശം മനുഷ്യന് നഷ്ടപ്പെട്ടു, ആദത്തിന് നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു, പരിശുദ്ധാത്മ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിക്കാൻ ആദത്തിന് കഴിയാതെ പോയി. എന്നാൽ ദൈവം ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിക്കുന്നതിനായി സീനായി മലയിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് കൈവപ്പേകി എന്ന് സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധലിഖിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സീനായി മലമേൽ താണിറങ്ങി കൈവപ്പേകി മൂശയ്ക്കായി, മൂശ തുടർന്ന് അഹറോനേകി യൂഹാനോൻ വരെയും വന്നു. വൈദിക പട്ടത്തിൻ്റെ സമയത്ത് പാടുന്ന ഗാനമാണിത്. സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ മോശയ്ക്ക് കൈവപ്പ് നൽകി. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മോശയെ ഫലമേൽപ്പിച്ചു. അത് ഭാഗികമായിട്ടാണ് മോശയെ ഫലമേൽപ്പിച്ചത്. കാരണം ആദിമാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള അപൂർണത അവർ നിലനിൽക്കുന്നതിനാൽ ഈ ദൗത്യം പൂർണ്ണമായി സ്വീകരിക്കുവാൻ മോശയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ഭാഗികമായി അത് സ്വീകരിച്ചു. മോശ അത് അഹ്റോന് നൽകി. അഹ്റോൻ മുതൽ സ്കറിയ വരെയും സ്കറിയ യോഹന്നാൻ വരെയും ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യഹൂദ മതത്തിനുള്ളിൽ നിർവഹിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യോർദാൻ നദിയിലേക്ക് മാമോദീസായ്ക്കായിട്ട് പോകുന്നു. പൗരസ്ത്യ സഭയുടെ അന്ത്യോക്യൻ പാരമ്പര്യം പറയുന്നത് യോഹന്നാൻ യോർദാൻ നദിയിൽ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കാണുമ്പോൾ ആദ്യമായിട്ടാണ് യോഹന്നാൻ യേശുവിനെ നേരിട്ട് കാണുന്നത്. യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ യഥാർത്ഥ പുരോഹിതനെയും രാജാവിനെയും പ്രവാചകനെയും യോഹന്നാൻ യേശുവിൽ കാണുകയാണ്. യോഹന്നാൻ പ്രവാചകനും പുരോഹിതനും രാജാവുമായിരുന്നു എന്ന് നമുക്കറിയാം. യൂഹാനോൻ വരെ വന്നു എന്ന ഗാനത്തിൽ നാം കേട്ടതും അതുതന്നെയാണ്. പ്രവാചകനും പുരോഹിതനുമായിരുന്ന യോഹന്നാൻ യഥാർത്ഥ നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമായ യേശുവിനെ കണ്ടപ്പോൾ, ദൈവപുത്രനെ കണ്ടപ്പോൾ യോഹന്നാൻ അവനെ സ്വീകരിച്ച് യോഹന്നാൻ തൻ്റെ കരങ്ങൾ യേശുവിൻ്റെ ശിരസിൽ വെച്ചു. ധനഹായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിലെ രാത്രി പ്രാർത്ഥനയുടെ പ്രിമിയോൻ സദറായിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വന്ധ്യാസുതൻ്റെ കരങ്ങൾ നിൻ്റെ ശിരസിന്മേൽ വെച്ചുകൊണ്ട് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നീ തിരികെ വാങ്ങി. അങ്ങനെ യോഹന്നാൻ തനിക്ക് ലഭിച്ച ഭാഗികമായ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യഥാർത്ഥ പ്രവാചകനെയും പുരോഹിതൻ രാജാവിനെ കണ്ടപ്പോൾ തിരിച്ചു നൽകി.
എന്ന് അന്ത്യോക്യൻ ദൈവശാസ്ത്രം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ജേക്കബ് ഓഫ് സാറൂഹ് തുടങ്ങിയ നിരവധി ദൈവശാസ്ത്രന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ യേശു പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ വാങ്ങി. അങ്ങനെ ഇസ്രായേലിന് നൽകിയ, ഭാഗികമായി നൽകിയ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു തിരികെ വാങ്ങിയതോടുകൂടി ഈ ദൗത്യം ഇസ്രായേലിൽ നിർത്തലാക്കി. നമ്മുടെ പ്രാർത്ഥനയിൽ നാം വായിക്കുന്നുണ്ട്, മൂകജന്തുക്കളെ കൊന്നുള്ള ബലിയർപ്പണം അതോടുകൂടി നിന്നു. ജെറുസലേം ദേവാലയത്തിൽ ചാരം വിതറലും മൃഗങ്ങളെ കൊല്ലുന്ന ബലിയർപ്പണവും അതോടെ നിന്നു. കാരണം യേശു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ വാങ്ങി. തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ, മാമോദീസായിലൂടെ, പരസ്യജീവിതത്തിലൂടെ, മരണ ഉത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തെ റീക്രിയേറ്റ് ചെയ്തു, റീഫാഷൻ ചെയ്തു. പർദീസായിൽ ആദത്തെ മെനഞ്ഞുണ്ടാക്കിയതുപോലെ അവസാനം അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതത്തക്ക വിധം അവനെ രൂപപ്പെടുത്തിയതുപോലെ മനുഷ്യവംശത്തെ ദൈവപുത്രനായ യേശു വീണ്ടും റീക്രിയേറ്റ് ചെയ്തു, റീഫാഷൻ ചെയ്തു എന്നാണ് പിതാക്കന്മാർ പറയുക. എന്നിട്ട് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, പാപമോചന അധികാരം നൽകി. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചു. യോഹന്നാൻ 20, 22, 23. അങ്ങനെ യേശു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെ ഫലമേൽപ്പിച്ചു. ആദത്തിൻ്റെ മൂക്കിലേക്ക് യേശു നിശ്വസിച്ചതുപോലെ ഇവിടെ അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. അപ്പസ്തോലന്മാർ ഈ ദൗത്യമാണ് തുടർന്ന് തൻ്റെ പിൻഗാമികൾക്ക് നൽകിയത്. യേശു തൻ്റെ പരസ്യജീവിതത്തിൽ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിർവഹിച്ചിരുന്നു. അവൻ പ്രവാചകൻ എന്ന നിലയിൽ അവൻ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അവരെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. താനും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു. തന്നുള്ള ദൈവാത്മാവിനെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് പ്രവാചക ശുശ്രൂഷ പഠിപ്പിക്കലിലൂടെ നിർവഹിച്ചു. അതുപോലെ തന്നെ യേശു പുരോഹിത ശുശ്രൂഷയും തൻ്റെ പരസ്യജീവിതകാലത്ത് നിർവഹിച്ചു. യേശു പുരോഹിത നിലയിൽ യേശു അനേകരുടെ പാപങ്ങൾ മോചിച്ചു. മകനെ, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തളർവാത രോഗിയുടെ പാപം കർത്താവ് ക്ഷമിക്കുമ്പോൾ യഹൂദർ പിറുപിറുക്കുന്നുണ്ട്, ദൈവത്തിനില്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? അപ്പോൾ പാപമോചനം പുരോഹിതന് മാത്രം നിർവഹിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ദൈവം ആണത് യഥാർത്ഥത്തിൽ നിർവഹിക്കുക. ദൈവത്തിന് പകരക്കാരനായ പുരോഹിതനാണ് നിർവഹിക്കുക. അങ്ങനെ യേശു പരസ്യജീവിതകാലത്ത് പാപമോചനം നൽകിക്കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു. അതുപോലെ തന്നെ അനേകരെ കർത്താവ് വിശുദ്ധീകരിച്ചു. അനേകരുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ ശുശ്രൂഷ കൊണ്ട് അവരെ വിശുദ്ധീകരിച്ചു, നവീകരിച്ചു. അനേകരുടെ മനസ്സിന് സൗഖ്യം നൽകി. അനേകരെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. കൂടാതെ കാൽവരിയുടെ നടുവിൽ നാട്ടിയ കുരിശിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് യഥാർത്ഥ പുരോഹിതനാണെന്ന് കാണിച്ചുകൊണ്ട് ബലിവസ്തുവും ബലിയർപ്പകനും താനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാൽവരിയിൽ ബലിയർപ്പിച്ചു. അങ്ങനെ യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു. അതുപോലെ തന്നെ യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് രാജാവെന്ന നിലയിൽ, നിത്യരാജാവെന്ന നിലയിൽ രാജകീയ ശുശ്രൂഷ നിർവഹിച്ചു. യേശു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല, ശക്തിയുടെയും അധികാരത്തിൻ്റെയും പിടിച്ചടക്കലിൻ്റെയും ഒന്നും രാജ്യമല്ല. പിന്നെയോ എൻ്റെ രാജ്യം അത് ശുശ്രൂഷയുടേതാണ്, സ്വയംദാനത്തിൻ്റേതാണ്, നൽകലിൻ്റേതാണ്. യേശു അനേകരെ ശുശ്രൂഷിച്ചു. വിശക്കുന്നവന് അപ്പം നൽകി, രോഗിക്ക് സൗഖ്യം നൽകി, ബന്ധനത്തിലായിരുന്നവരെ വിമോചിപ്പിച്ചു, വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകി, ബന്ധിതർക്ക് മോചനം നൽകി. അങ്ങനെ രാജാവ് എന്ന നിലയിൽ
യേശു തൻ്റെ പരിജീവിതകാലത്ത് ശുശ്രൂഷയിലൂടെ തൻ്റെ രാജകീയ ദൗത്യം നിർവഹിച്ചു. ചുരുക്കത്തിൽ യേശു തൻ്റെ പരിജീവിതകാലത്ത് പ്രവാചക, പുരോഹിത, രാജകീയ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. നമുക്കറിയാം, യേശു ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നില്ല. യേശുവിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യവുമായിരുന്നില്ല. അതുകൊണ്ടാണ് യേശു ലേവായ പൗരോഹിത്യത്തിൻ്റെ കർമ്മങ്ങളൊന്നും നിർവഹിക്കാതിരുന്നത്. അവൻ യൂദാ വംശത്തിൽപ്പെട്ട ദാവീദിൻ്റെ പരമ്പരയിൽപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ പുരോഹിതനായത് അനാദിയിലെ പിതാവിൽ നിന്നും ലഭിച്ച ഈ മിശിഹായ്ക്കടുത്ത അഭിഷേകത്തിൽ അവൻ നിത്യപുരോഹിതനാക്കപ്പെട്ടു. അതുകൊണ്ട് യേശു തൻ്റെ പരിജീവിതകാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചെങ്കിലും ലേവായ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളൊന്നും തന്നെ യേശു നിർവഹിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം ഈ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം തുടർന്ന് നിർവഹിക്കാൻ എന്തു പദ്ധതികളാണ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, യേശു 27 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ നിയമ പുസ്തകം അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചില്ല. അവരോട് നേരിട്ട് പുസ്തകം എഴുതുന്ന കാര്യവും കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു പുസ്തകം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കണമെന്നും കർത്താവ് അവരോട് പറഞ്ഞില്ല. പകരം ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് എന്താണ് നൽകിയത്? ഒരു പുസ്തകമല്ല എന്ന് തീർച്ചയാണ്. പകരം യേശു നൽകിയത് അധികാരമാണ്, ഒരു ദൗത്യമാണ്, ഒരു ശക്തിയാണ്. താൻ നിർവഹിച്ച പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം ലോകാവസാനം വരെ നിർവഹിക്കാൻ അപ്പോസ്തലന്മാർക്ക് ദൗത്യം കൊടുത്തു, അതിനുള്ള അധികാരം കൊടുത്തു, അതിനുള്ള ശക്തി കൊടുത്തു. യേശു ഭൂമിയിൽ ദൃശ്യമായ ഒരു സഭ സ്ഥാപിച്ചോ എന്ന ചോദ്യത്തിന് വിശുദ്ധ ലിഖിതത്തിൽ നിന്നും നമുക്ക് ധാരാളം സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു മർക്കോസിൻ്റെ സുവിശേഷം 1:15 തൻ്റെ നാമത്തിൽ എഴുതുന്ന ആദ്യത്തെ വാക്കാണ്, സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷ കർത്താവ് ആരംഭിക്കുകയാണ്. ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഈ ദൗത്യം പങ്കുചേരുന്നതിനായി യേശു 12 പേരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് സുവിശേഷം സാക്ഷിക്കുന്നുണ്ട്. യേശു 12 പേരെ തിരഞ്ഞെടുത്ത് തന്നോട് ചേർത്ത് നിർത്തി താൻ ചെയ്യുന്ന ദൗത്യങ്ങൾ എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയും, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 4 വരെയും, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയും ഉള്ള വേദഭാഗങ്ങളിൽ 3 സമാന്തര സുവിശേഷങ്ങളും ഈ 12 അപ്പോസ്തലന്മാരെ യേശു തിരഞ്ഞെടുത്ത് തന്നോട് കൂടെ നിർത്തുന്നതും തൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാക്കുന്നതും കാണാൻ സാധിക്കും. ഇത് ദൃശ്യമായ സഭയുടെ സ്ഥാപനത്തിൻ്റെ സൂചനയാണ്. യേശു തൻ്റെ അവസാന പെസഹായിൽ ശിഷ്യന്മാരെല്ലാം മാളികയിൽ ഒന്നിച്ചുകൂട്ടി അവസാനത്തെ അത്താഴത്തിൽ യേശു അപ്പമെടുത്ത് മുറിച്ച് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം. വീഞ്ഞയെടുത്ത് വാഴ്ത്തി തൻ്റെ രക്തമാക്കി അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യണം. യേശു പറയുകയാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ലൂക്ക 22:14-19. യേശു പെസഹായിൽ അടയാളങ്ങളിലൂടെ നിർവഹിച്ച ഈ അപ്പം മുറിക്കൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച കാൽവരിയുടെ നടുവിൽ തൻ്റെ ശരീരം തകർക്കപ്പെടുമെന്നും രക്തം ചിന്തപ്പെടുമെന്നും അതിൻ്റെ സൂചനയായിട്ടാണ് കർത്താവ് അപ്പം മുറിച്ച് അവർക്ക് നൽകിയത്. സത്യത്തിൽ പെസഹായിലെ സംഭവവും കുരിശിലെ സംഭവവും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ 2 തലങ്ങളാണ്. പെസഹായുടെ തുടർച്ചയാണ് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഈ ദൗത്യം ഫലമേൽപ്പിച്ചത് ദൃശ്യമായ സഭയുടെ ഒരു അടയാളമായിരുന്നു, സൂചനയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം നമുക്കിത് കാണാനായിട്ട് സാധിക്കും.
നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, യേശു യോഹന്നാനിൽ നിന്നും ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തിരികെ വാങ്ങി. എന്നിട്ട് യേശു തൻ്റെ രക്ഷണീയ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മരിച്ച് ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. യോഹന്നാൻ 20, 22, 23. ചുരുക്കത്തിൽ യോഹന്നാനിൽ നിന്നും തിരികെ വാങ്ങിയ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യരാജാവുമായ യേശു പഴയ നിയമത്തിൽ നിർത്തലാക്കിയ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം മനുഷ്യവംശത്തെ രക്ഷിച്ചതിന് ശേഷം, റീഫാഷൻ ചെയ്ത് റീക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ആദത്തിന് പർദീസായിൽ അവൻ്റെ മൂക്കിലേക്ക് ഊതിയതുപോലെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ മോചിക്കപ്പെടും, ആരുടെ പാപം ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെടും. പൗരോഹിത്യം അവരെ ഭരമേൽപ്പിക്കുകയാണ്, അവിടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ പട്ടത്ത ശുശ്രൂഷയ്ക്കിടയിൽ മെത്രാൻ അർഥിയുടെ ശിരസിൽ ഊതിക്കൊണ്ട് അവർക്ക് ഈ പൗരോഹിത്യം നൽകുന്നത്. ഇപ്രകാരം ശിഷ്യരുടെ മേൽ ഊതിക്കൊണ്ട് അഭിഷേകം നൽകിക്കൊണ്ട് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ചു. ഇത് ദൃശ്യസഭ സ്ഥാപിച്ചതിൻ്റെ അടയാളം ആയിരുന്നു. ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം പഴയ നിയമത്തിൽ നിർത്തലാക്കിയത്, ഭാഗികമായി മോശയ്ക്ക് ലഭിച്ചത്, അതിൻ്റെ പൂർണ്ണതയിൽ ആദാമിന് നൽകിയതുപോലെ അപ്പസ്തോലന്മാർക്ക് ഇത് നൽകുകയാണ്. ഇത് ദൃശ്യമായ സഭ സ്ഥാപിച്ചതിൻ്റെ, പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ, പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരിലൂടെ തുടരുന്നു എന്നതിൻ്റെ അർത്ഥമാണ്, പ്രതീകമാണ്, സാക്ഷ്യമാണ്. ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28, 19, 20. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതേ അധികാരം അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. ലോകമെങ്ങും പോയി ഈ ദൗത്യം നിർവഹിക്കുവാനുള്ള അധികാരം നൽകുകയാണ്. പിതാവിൽ നിന്നും യേശുവിന് കിട്ടിയ ഈ പരിശുദ്ധാത്മാഭിഷേകം, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അഭിഷേകം, ഈ അധികാരം 12 അപ്പസ്തോലന്മാർക്ക് നൽകിക്കൊണ്ട് യേശു ദൃശ്യമായ സഭയുടെ തുടർച്ച ഇവിടെ സൂചിപ്പിക്കുകയാണ്. 12 അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിലും നാം ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്, അതിനുള്ള അധികാരം അവരെ ഏൽപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ സുവിശേഷം പ്രഘോഷിക്കാനും പഠിപ്പിക്കാനും പാപമോചനം നൽകുവാനും സ്നാനം നൽകുവാനും പരസ്പരം സ്നേഹിക്കുവാനും അന്ത്യത്താഴത്തിൻ്റെ പെസഹായുടെ ഓർമ്മ ആചരിക്കുവാനും പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യേശു നിർവഹിച്ച എല്ലാ ദൗത്യവും അതുപോലെ തുടരുന്നതിനും യേശു 12 അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകി. അതുകൊണ്ട് ഒരു കാര്യം വിശുദ്ധലിഖിതത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. യേശു ദൃശ്യമായ ഒരു സഭയുടെ സംവിധാനം ചിന്തിച്ചിരുന്നു, അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു എന്ന് ലിഖിതത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ചുരുക്കത്തിൽ യേശുവിൻ്റെ മരണ ഉത്ഥാനത്തോടുകൂടി യേശുവിൻ്റെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അവസാനിച്ചില്ല. അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ ഈ ദൗത്യം യേശു ഭരമേൽപ്പിക്കുകയാണ്. മറ്റൊരു വാക്കിൽ 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനമാകുന്ന സഭയുടെ മേൽ
ഈ ദൗത്യം ഫലമേൽപ്പിക്കുകയാണ്. അപ്പസ്തോലന്മാർ യേശുവിൽ നിന്ന് കിട്ടിയ ഈ ദൗത്യം തൻ്റെ പിൻഗാമികൾക്ക്, മെത്രാന്മാർക്ക് നൽകുന്നതായി നമുക്ക് നിരവധി പുതിയ നിയമ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഈ വേദഭാഗങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. യേശു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരെയാണ് ഫലമേൽപ്പിച്ചത്. ബാക്കി ആർക്കും ഈ ദൗത്യം നൽകിയില്ല, അധികാരം നൽകിയില്ല, ശക്തി നൽകിയില്ല. എത്രയോ പേര് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു, എത്രയോ പേര് അപ്പം ഭക്ഷിക്കാൻ വന്നു. അവർക്കാർക്കും കർത്താവ് ഈ പ്രത്യേക ദൗത്യം നൽകിയില്ല, അധികാരം നൽകിയില്ല, ശക്തി നൽകിയില്ല. ചുരുക്കത്തിൽ യേശുവിൻ്റെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം തുടരാനുള്ള ദൗത്യവും അധികാരവും ശക്തിയും 12 അപ്പസ്തോലന്മാർക്ക് നൽകി എന്നതാണ് സഭയുടെ ബോധ്യം, ഇന്നുവരെയുള്ള സഭയുടെ അടിസ്ഥാനപരമായ ചിന്തയും. യേശു 12 അപ്പസ്തോലന്മാർക്ക് ദൗത്യം നൽകി, അധികാരം നൽകി, ശക്തി നൽകി. ദൃശ്യമായ ഒരു സഭ അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചു. എന്നാൽ അതേസമയം തന്നെ 12 അപ്പസ്തോലന്മാരിടയിൽ പത്രോസിന് അപ്പസ്തോലന്മാരുടെ തലവൻ എന്ന നിലയിൽ ചില പ്രത്യേക അധികാരം, മറ്റ് അപ്പസ്തോലന്മാർക്ക് കൊടുക്കാത്ത ചില പ്രത്യേക അധികാരം പത്രോസിന് മാത്രം നൽകുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട്, മറ്റ് പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 16-18 യേശു പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചിന്തിച്ചതാണ്. എക്ലേസിയ എന്ന പദം കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പത്രോസിനോട് പറയാണ്, നീ പാറയാണ്, യു ആർ ദ റോക്ക്, ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട സഭ. എക്ലേസിയ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം, ദൈവത്താൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം. എക്ലേസിയ എന്ന പദം റോമൻ ഭരണാധികാരികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റോമിൻ്റെ ഭരണ സൗകര്യത്തിനു വേണ്ടി, ചക്രവർത്തിക്ക് ഭരിക്കുന്നതിനു വേണ്ടി ജെറുസലേമിലും യൂദയായിലും വിവിധ സ്ഥലങ്ങളിൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ഭരണസൗകര്യത്തിനു വേണ്ടി ചക്രവർത്തി ജെറുസലേമിലെ എക്ലേസിയയുടെ ഒരു കാര്യം ചോദിക്കും. ജെറുസലേമിലെ എക്ലേസിയ, വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം, ഒരു കാര്യം തീരുമാനിച്ചാൽ റോമൻ ചക്രവർത്തി അത് തീരുമാനിക്കും. ജെറുസലേമിലെ എക്ലേസിയ, വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം, ഒരു കാര്യം ഡിനേ ചെയ്താൽ റോമൻ ചക്രവർത്തി അത് ഡിനേ ചെയ്യും. പത്രോസിന് പറയുകയാണ്, പത്രോസേ, നീ പാറയാണ്. അതിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അത് കേട്ടപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ആരാണെന്നാണ് നീ പറഞ്ഞു, നീ ആരാണെന്ന് ഞാൻ പറയാം. നീ പാറയാണ്. സത്യത്തിൽ യഥാർത്ഥ പാറ ദൈവമാണ്, യേശു തന്നെയാണ് സത്യപാറ. പത്രോസിനോട് പറയുകയാണ്, നീ എന്നോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം നീ ഭൂമിയിൽ കാണപ്പെടുന്ന എൻ്റെ പ്രതീകമായി പാറയായി നീ നിൽക്കും. എൻ്റെ മരണ ഉത്ഥാന ശേഷം എനിക്ക് പകരക്കാരനായിട്ട് നീ നിൽക്കും. ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം നിന്നൂടെ നിർവഹിക്കപ്പെടും. നീയും പാറയാണ്, സത്യപാറ ഞാനാണ്, എന്നാൽ നീയും പാറയാണ്. എൻ്റെ മരണ ഉത്ഥാന ശേഷം പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട, വിളിച്ചുകൂട്ടപ്പെട്ട സമൂഹം, ആ സമൂഹമാണ് യേശുവിൻ്റെ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോവുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട, വിളിച്ചുകൂട്ടപ്പെട്ട എക്ലേസിയ ഈ ഭൂമിയിലൊരു കാര്യം തീരുമാനിച്ചാൽ സ്വർഗത്തിലെ ചക്രവർത്തി അത് അംഗീകരിക്കും. പത്രോസാകുന്ന പാറമേൽ വിളിച്ചുകൂട്ടപ്പെട്ട എക്ലേസിയ ഒരു കാര്യം ഡിനേ ചെയ്യാൽ, നിഷേധിച്ചാൽ സ്വർഗത്തിലെ ചക്രവർത്തിയെ ദൈവം അത് നിഷേധിക്കും. കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം പത്രോസിന് പ്രത്യേകമായി നൽകുകയാണ്.
12 അപ്പസ്തോലന്മാർക്കല്ല നൽകുക, പത്രോസിന് മാത്രമായി പ്രത്യേക അധികാരം നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ആരാണ് താക്കോൽ കൈവശം വെക്കുക? അധികാരത്തിൻ്റെ പ്രതീകമാണ് താക്കോൽ. രാജാവ് തൻ്റെ ട്രഷറിയുടെയൊക്കെ താക്കോൽ ഏൽപ്പിക്കുന്നത് ഏറ്റവും വിശ്വസ്തരെയാണ്. രാജാവിന് അത്ര വിശ്വാസമുള്ളവരെയാണ് ട്രഷറിയുടെയൊക്കെ താക്കോൽ ഏൽപ്പിക്കുക. അന്ന് കാലത്ത് ചെറിയ താക്കോലൊന്നും ആയിരുന്നില്ല, പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുന്ന താക്കോലൊന്നും ആയിരുന്നില്ല. വലിയ താക്കോലാണ്, അത് ചുമന്നുകൊണ്ട് വേണം പോകാൻ. ആരുടെയിലാണ് താക്കോൽ? അവനാണ് അധികാരം. താക്കോൽ സ്ഥാനത്തിരിക്കുന്നവൻ, താക്കോൽ കയ്യിലുള്ളവൻ. ഏഷ്യ 22, 21, 22 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ജെറുസലേം നിവാസികൾക്കും യൂദാ ഭവനത്തിനും അവൻ പിതാവായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിൻ്റെ കയ്യിൽ തരും. അപ്പോൾ പത്രോസിനെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. അടയ്ക്കാനും തുറക്കാനും അധികാരം പത്രോസിന് നൽകുകയാണ്. ചുരുക്കത്തിൽ പത്രോസിന് ഈ അധികാരം നൽകിയതിലൂടെ ദൃശ്യമായ ഒരു സഭയുടെ സംവിധാനത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം പത്രോസിന് നൽകുന്നു. സ്വർഗം തുറക്കാനും അടയ്ക്കാനും ഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചുകൂട്ടപ്പെട്ട എക്ലേസിയായ്ക്ക് സാധിക്കും. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട ഈ എക്ലേസിയായ്ക്ക് സ്വർഗം തുറക്കാനും അടയ്ക്കാനും സാധിക്കും. അതിനുള്ള അധികാരം കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ സാധിക്കും. ദൃശ്യമായ സഭയുടെ ഒരു അടയാളമായിട്ട് നമുക്കതിനെ കാണാം. യേശു പത്രോസിന് മാത്രമായിട്ട് നൽകുന്ന മറ്റു അധികാരമുണ്ട്. യോഹന്നാൻ 21:15-17 ആടുകളെ നയിക്കാനുള്ള അജപാലന ദൗത്യം പത്രോസിന് മാത്രം നൽകുകയാണ്. യോനായുടെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പത്രോസിന് പ്രത്യേകമായ അജപാലന അധികാരം, നയിക്കാൻ, മേയ്ക്കാൻ ഉള്ള അധികാരം യേശു നൽകുന്നു. ഇത് ദൃശ്യമായ സഭയുടെ സ്ഥാപനത്തിൻ്റെ അടയാളമാണ്, ദൃശ്യമാണ്. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരെ ബലപ്പെടുത്തുവാൻ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 11 അപ്പസ്തോലന്മാരെയും ബലപ്പെടുത്തുവാൻ പ്രത്യേക ദൗത്യം നൽകുന്നതായി, പത്രോസിന് പ്രത്യേക അധികാരം നൽകുന്നതായി നാം ലിഖിതത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ശിമിയോൻ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ചുരുക്കത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ മറ്റപ്പസ്തോലന്മാരെ നീ വേണം ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, കൂടെ നിർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് പ്രത്യേകമായ ഒരു ദൗത്യം നൽകുകയാണ്, അധികാരം നൽകുകയാണ്. 3 സമാന്തര സുവിശേഷങ്ങളിലും അപ്പസ്തോലന്മാരുടെ പേര് പറയുമ്പോൾ പത്രോസിൻ്റെ പേരാണ് ആദ്യം പറയുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാരുടെ പേര് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ, ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ. ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ. മറ്റ് വേദഭാഗങ്ങളിൽ മർക്കോസ് 13:19 പത്രോസിൻ്റെ പേരാണ് ആദ്യം പറയുക. ലൂക്ക 6:12-16 പത്രോസിൻ്റെ പേരാണ് ആദ്യം പറയുക. ചുരുക്കത്തിൽ സുവിശേഷങ്ങളുടനീളം പത്രോസിന് ഒരു പ്രാമുഖ്യം, ഒരു 1-ാം സ്ഥാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും കർത്താവ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് പത്രോസിനോടാണ്. പത്രോസാണ് പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി കർത്താവിൻ്റെ കൂടെ നിർത്തുന്ന ചില സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മരണോത്ഥാന ശേഷം പെന്തിക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം വലിയ ജനാവലിയോട് സംസാരിക്കുന്നത്, അവർക്ക് സന്ദേശം നൽകുന്നത് പത്രോസാണ്. അപ്പോസ്തല പ്രവർത്തനം 2:14
36 നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസ് വലിയൊരു ജനാവലിയോട് സ്ലീഹന്മാരുടെ പ്രതിനിധിയായി, തലവനായി സംസാരിക്കുകയാണ്. യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കാൻ അപ്പസ്തോലിക സംഘത്തിൽ നേതൃത്വം നൽകുന്നതും വിശുദ്ധ പത്രോസാണ്. അപ്പസ്തോലിക പ്രവർത്തനം 1:15-26 നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ മരണോത്ഥാന ശേഷം സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യം അത്ഭുതം പ്രവർത്തിക്കുന്നതും പത്രോസാണ്. മുടന്തനെ നടത്തിക്കൊണ്ട് ആദ്യ അത്ഭുതത്തോടെ പ്രവർത്തിക്കുകയാണ്. അപ്പസ്തോലിക പ്രവർത്തനം 3:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദ അധികാരികളുടെ മുൻപിൽ അപ്പസ്തോലന്മാരുടെ വക്താവായിട്ട് സംസാരിക്കുന്നതും പത്രോസാണ്. അപ്പസ്തോലിക പ്രവർത്തനം 4-ാം അധ്യായം 5 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. തടവിലാക്കപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി വാദിക്കുന്നതും വിജാതീയനായ കൊർണേലിയൂസിനെ സഭയിലേക്ക് സ്വീകരിക്കുന്നതും അനനിയാസിൻ്റെയും സഫീറയുടെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്നതും പത്രോസാണ് എന്ന് നമുക്ക് അപ്പസ്തോലിക പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും. സഭയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി സൂനോദോസ് വിളിച്ചുകൂട്ടി. ആ സൂനോദോസിൽ പ്രധാനമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് വിശുദ്ധ പത്രോസാണ്. അപ്പസ്തോലിക പ്രവർത്തനം 15-ാം അധ്യായം 1 മുതൽ 21 വരെ വാക്യങ്ങളിൽ ജെറുസലേം കൗൺസിൽ കൂടുന്നതും പത്രോസ് അവിടെ പ്രതിനിധിയായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതും പത്രോസിൻ്റെ തീരുമാനത്തിന്മേലാണ് ജെറുസലേം കൗൺസിൽ വിജാതിയർക്ക് പരിച്ഛേദനം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയും പത്രോസിൻ്റെ 1-ാം സ്ഥാനം നമുക്ക് മനസ്സിലാകും. ചുരുക്കത്തിൽ പുതിയ നിയമത്തിലുടനീളം പത്രോസിന് ഒരു പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു, 1-ാം സ്ഥാനമുണ്ടായിരുന്നു. അത് മറ്റ് അപ്പസ്തോലന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടല്ല, അവരോട് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കൂട്ടായ്മയിൽ ഈ നേതൃത്വ ശുശ്രൂഷയാണ് വിശുദ്ധ പത്രോസ് ആദിമസഭയിൽ നിർവഹിച്ചിരുന്നത്. കൂട്ടുത്തരവാദിത്വത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ അപ്പസ്തോല സംഘത്തിലെ 1-ാം സ്ഥാനം പത്രോസ് നിർവഹിച്ചിരുന്നത്. പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം ആദിമസഭ അംഗീകരിച്ചതായിട്ടും നമുക്ക് ധാരാളം തെളിവുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോലന്മാരിൽ 1-ാമൻ പത്രോസും മറ്റ് 11 പേരും 1 കൊറിന്തോസ് 15:5 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:14-37 5:29 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പാശ്ചാത്യ സഭയിലെയും പൗരസ്ത്യ സഭയിലെയും സഭാപിതാക്കന്മാർ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ക്രിസ്തോസ്തോം പറയുന്നു, വിശുദ്ധ പത്രോസ് സംഘത്തലവനാണ്, അപ്പസ്തോലന്മാരുടെ നാവാണ്, സഭാകുടുംബത്തിൻ്റെ തലവനാണ്, സഭയുടെ അടിസ്ഥാനശിലയും ലോകം മുഴുവൻ്റെയും ഭരണകർത്താവുമാണ്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു, അപ്പസ്തോലന്മാരിൽ പ്രധാനി പത്രോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ സിറിൽ പത്രോസിനെ വിവരിക്കുക. വിശുദ്ധ അപ്രേം, വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ സിപ്രിയാൻ, തെർത്തുല്യൻ, ഒരിജൻ തുടങ്ങിയ സഭാപിതാക്കന്മാരും പത്രോസിൻ്റെ പ്രഥമ സ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സഭയുടെ അടിസ്ഥാനം, പ്രപഞ്ചത്തിൻ്റെ പ്രബോധകൻ, അജഗണത്തിൻ്റെ അധ്യക്ഷൻ എന്നീ സ്ഥാനപ്പേരുകളിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും പത്രോസിൻ്റെ പ്രഥമ സ്ഥാനത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനാക്രമത്തിൽ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ധാരാളം പ്രാർത്ഥനകളും ഗാനങ്ങളുമുണ്ട്. അപ്പസ്തോല തലവൻ, ശിരസ്, അടിസ്ഥാനശില, ഭവനത്തിൻ്റെ അധിപൻ എന്നീ പ്രയോഗങ്ങളിലൂടെ പത്രോസിൻ്റെ പ്രഥമ സ്ഥാനം ആരാധനാക്രമത്തിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ പത്രോസ് ജെറുസലേമിലും സമരിയായിലും അന്ത്യോക്യയിലും കോറിന്തോസിലും ഒക്കെ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം റോമിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുകയും അവിടെ തൻ്റെ അപ്പസ്തോല ശുശ്രൂഷ പൂർത്തിയാക്കുകയും അവിടെ വെച്ച് രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. പത്രോസ് റോമൻ സഭയുടെ തലവനായി നിൽക്കുമ്പോഴാണ് അവിടെ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുന്നതും റോമിൽ തന്നെ കബറടക്കപ്പെടുന്നതും. അന്നു മുതൽ ഇന്നോളം പത്രോസിൻ്റെ പിൻഗാമികളായി മാർപ്പാപ്പമാർ അറിയപ്പെട്ടു തുടങ്ങി. പത്രോസ് റോമിൽ സുവിശേഷം പ്രഘോഷിച്ച്, റോമിൽ സഭ സ്ഥാപിച്ച്, അവിടെ രക്തസാക്ഷിത്വം വരിച്ച് റോമിൽ കബറടക്കപ്പെട്ടു. അതോടുകൂടി റോമിലെ മെത്രാൻ പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായി
പൊതുവെ അംഗീകരിക്കപ്പെട്ടു. റോമിലെ പത്രോസിൻ്റെ പിൻഗാമിയെ പാപ്പ എന്ന പേരിലാണ് അറിയപ്പെടുക. ആ പദത്തിന് പിതാവ് എന്നാണ് അർത്ഥം. ഒന്നാമതായി റോമിലെ പാപ്പ റോമിലെ ഭദ്രാസനത്തിൻ്റെ രൂപതയുടെ മെത്രാനാണ്, റോമിലെ സഭയുടെ മെത്രാനാണ്. രണ്ടാമതായിട്ട് ലത്തീൻ സഭയുടെ പേട്രിയാർക്ക് എന്ന നിലയിൽ റോമിലെ പേട്രിയാർക്കായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. മൂന്നാമതായി അദ്ദേഹം പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ മെത്രാൻ സംഘത്തിൻ്റെ തലവനും അതുപോലെ തന്നെ ആഗോള സഭയുടെ പരമാധികാരിയുമായും അറിയപ്പെടുന്നു. പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായെ മറ്റു സഭകളും ആദിമ സഭയ്ക്ക് ശേഷം അംഗീകരിച്ചിരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭയിൽ ഉണ്ടായിരുന്ന ആദിമസഭയിലുണ്ടായിരുന്ന 4 പേട്രിയാർക്കേറ്റുകൾ റോം, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, ഈ 4 പേട്രിയാർക്കേറ്റുകളിൽ റോമിലെ പാത്രിയർക്കീസ് മാർപ്പാപ്പായ്ക്ക് 1-ാം സ്ഥാനം ഉള്ളതായിട്ട് സഭാ പാരമ്പര്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനെന്ന നിലയിൽ പത്രോസിൻ്റെ ഈ പ്രഥമ സ്ഥാനം റോമിലെ മാർപ്പാപ്പായിലൂടെ തുടരുന്നു. കത്തോലിക്കാ സഭയിൽ 24 വ്യക്തിഗത സഭകളാണുള്ളത്. ഈ 24 സഭയിലെയും മെത്രാന്മാർ അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളാണ്. ഈ മെത്രാന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പായാണ് ഈ അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനായി പ്രവർത്തിക്കുക. അങ്ങനെ മാർപ്പാപ്പ എന്ന അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവൻ 24 റീത്തിലെ മെത്രാന്മാരോടൊപ്പം ഈ സഭയുടെ ഭരണശുശ്രൂഷ നിർവഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പായോട് വിശ്വാസത്തിലും കൂദാശയിലും സഭാധികാരത്തിലും ചേർന്ന് നിൽക്കുന്നവരാണ് കത്തോലിക്ക സഭയിലുള്ളവർ. വിശുദ്ധ ലിഖിതത്തിൽ കാണുന്ന ഈ പത്രോസിൻ്റെ പരമാധികാരം മാർപ്പാപ്പായിലൂടെ ഇന്നും തുടരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസ് അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനായിരുന്നതുപോലെ മാർപ്പാപ്പ ഇന്ന് അപ്പസ്തോലിക സംഘത്തിൻ്റെ തലവനാണ്. അതുപോലെ തന്നെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനുമാണ്. മെത്രാൻ സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ സഭ മുഴുവനായി പഠിപ്പിക്കേണ്ടി വരുമ്പോൾ മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റുകയില്ല എന്നതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. കാരണം അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളായ മെത്രാന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ തലവൻ എന്ന നിലയിൽ, പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ സഭ മുഴുവനായി പഠിപ്പിക്കേണ്ടി വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ് 2000 വർഷത്തിന് ശേഷം ഇന്നും മാർപ്പാപ്പായിലൂടെ ഇടപെടുന്നു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അതുകൊണ്ട് അപ്പസ്തോല സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റുകയില്ല. ഇതിനെയാണ് ഇൻഫാലിബിലിറ്റി, അപ്രമാദിത്വം എന്ന പദം കൊണ്ട് നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ 12 അപ്പസ്തോലന്മാർ, അവർ തലവനായ പത്രോസ്, ഈ ഒരു സംവിധാനത്തിൻ്റെ മേലാണ് കർത്താവ് അധികാരം കൊടുത്തത്, ശക്തി കൊടുത്തത്, ദൗത്യം കൊടുത്തത്. അതിനാൽ ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് എന്ത് നൽകിയിട്ടാണ് പോയത് എന്ന് ചോദിച്ചാൽ അച്ചടിച്ച ഒരു ലിഖിതമല്ല നൽകിയത്. അത് വെച്ചൊരു സഭ രൂപപ്പെടുത്താൻ അവർക്ക് ആഹ്വാനം നൽകിയില്ല. മറിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ഒരു ദൗത്യവും അധികാരവും ശക്തിയും പത്രോസ് തലവനായുള്ള അപ്പസ്തോല സംഘത്തിന് യേശു നൽകിയിട്ടാണ് യേശു ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങുന്നത്. യേശു പഠിപ്പിച്ചത്, യേശുവിൽ നിന്നും അപ്പസ്തോലന്മാർ കേട്ടത്, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത് വിവിധ സമൂഹങ്ങളിൽ വാമൊഴിയായി അവിടെ ചിന്തയിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നു. കുറേയൊക്കെ അവർ എഴുതി വെച്ചു. അത് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതമായി തീർന്നു. അവരുടെ ചിന്തയിലും മനസ്സിലും കേൾവിയിലൂടെ അവർക്ക് ലഭിച്ചത് ഓറൽ ട്രഡീഷനായി, വിശുദ്ധ പാരമ്പര്യമായി അവരെ സംരക്ഷിച്ചു. ചുരുക്കത്തിൽ അപ്പസ്തോലന്മാർക്ക്, പത്രോസ് തലവനായുള്ള അപ്പസ്തോലിക സംഘത്തിന് അധികാരം നൽകിയതോടുകൂടി വിശുദ്ധ ലിഖിതം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള അധികാരവും അവർക്ക് ഇതിലൂടെ ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട്
അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭയെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അപ്പസ്തോലന്മാരോ അവരുടെ പിൻഗാമികളോ എഴുതിയ വിശുദ്ധ ലിഖിതത്തെ നാം സ്വീകരിക്കുന്നത്. ഈ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതവും എഴുതപ്പെടാത്ത വിശുദ്ധ പാരമ്പര്യവും സംരക്ഷിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ഉള്ള അധികാരവും ഈ 12 അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭയ്ക്കാണ് എന്നും വ്യക്തമാണ്. അതിനാൽ ഭൂമിയിൽ കാണപ്പെടുന്ന സഭ അത് വെറും മാനുഷികമായ ഒരു സംവിധാനമോ ചട്ടക്കൂടോ അല്ല, മറിച്ച് അതൊരു ദൈവിക പദ്ധതിയും സംവിധാനവുമാണ്. അനാദിയിലെ പിതാവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ദൈവപുത്രനായ യേശുവിനാൽ വെളിപ്പെടുത്തപ്പെട്ട പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട അപ്പസ്തോലന്മാരിലൂടെയും മാമോദീസ സ്വീകരിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തിലൂടെയും കാണപ്പെട്ട ദൈവിക സംവിധാനമാണ് സഭ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ, മത്തായി 16:18, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭ, എഫേസ്യർ 2:20-21, യേശുക്രിസ്തു ശിരസ്സും യേശുവിൻ്റെ ശരീരമായ സഭയും, എഫേസ്യർ 5:23. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ അനാദിയിലുള്ള ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ആദത്തിന് നൽകിയത്, ആദത്തിന് നിർവഹിക്കാൻ സാധിക്കാതെ പോയത്, ഭാഗികമായി മോശയ്ക്ക് നൽകിയത്, പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ടത്, യേശു യോഹന്നാനിൽ നിന്നും അത് തിരികെ വാങ്ങി മനുഷ്യവംശത്തെ രക്ഷിച്ചതിന് ശേഷം അവനെ റീക്രിയേറ്റ് ചെയ്ത് റീഫാഷൻ ചെയ്ത് റെസ്റ്റോർ ചെയ്തതിന് ശേഷം ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭയെയാണ് ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് യേശു ദൃശ്യമായ ഒരു സഭാ സംവിധാനം സ്ഥാപിച്ചു. അതിനധികാരം കൊടുത്തു, ദൗത്യം കൊടുത്തു, ശക്തി കൊടുത്തു. അപ്പസ്തോലന്മാർ ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം അവരുടെ പിൻഗാമികൾക്ക് നൽകി. അപ്പസ്തോലന്മാരോടുകൂടി ഈ അധികാരമില്ലാതായില്ല. ഇവിടെ പിൻഗാമികൾക്ക് നൽകുന്നതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോലന്മാർ ഈ ദൗത്യവും അധികാരവും ശക്തിയും കൈവപ്പിലൂടെ അടുത്ത തലമുറയ്ക്ക് നൽകി. പൗലോസിനും ബർണ്ണബാസിനും അവർ കൈവപ്പ് നൽകി ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13:3. 1 തിമോത്തി 4:14 ഇപ്രകാരം പറയുന്നു: പ്രവചനപ്രകാരവും ശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് ലഭിച്ച കൃപാവരം നീ അവഗണിക്കരുത്. തിമോത്തിയോസിന് പറയുകയാണ്, കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപാവരം, അഭിഷേകം, ഈ ദൗത്യം, ശക്തി നീ അവഗണിക്കരുത്. അപ്പോൾ തിമോത്തിയോസിന് പൗലോസിലൂടെ ലഭിച്ച ഈ അധികാരം, അതിനെ നീ, ഈ ശക്തിയെ, ഈ ദൗത്യത്തെ നീ അവഗണിക്കരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പൗലോസ് തീത്തോസിനോട് പറയുന്നുണ്ട്, 1 തീത്തോസ് 5:10, ഞാൻ നിർദ്ദേശപ്രകാരം എല്ലാ പട്ടണങ്ങളിലും നീ ശ്രേഷ്ഠന്മാരെ നിയമിക്കുക. അതായത് വിവിധ പട്ടണങ്ങളിൽ സഭാസമൂഹം ശക്തിപ്പെട്ടു വന്നപ്പോൾ തീത്തോസിനോട് പറയുകയാണ്, എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ, മെത്രാന്മാരെ, എപ്പിസ്കോപ്പോയി അവരെ നിയമിക്കുക. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അധികാരം, ദൗത്യം, ശക്തി അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവർ മെത്രാന്മാർക്ക്, എപ്പിസ്കോപ്പാമാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് അത് കൈമാറി സഭ വളർന്നു വന്നതനുസരിച്ച് വിവിധ പട്ടണങ്ങളിൽ അപ്പസ്തോലിക അധികാരമുള്ള എപ്പിസ്കോപ്പാമാരെ, മെത്രാന്മാരെ നിയമിക്കുന്നതായിട്ട് നാം വിശുദ്ധ ലിഖിതത്തിൽ വായിക്കുന്നു. 2 തിമോത്തി 2:2 നാം ഇപ്രകാരം വായിക്കുന്നു: അനേകം സാക്ഷിയുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അനേകം സാക്ഷിയുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് നീ പകർന്നു കൊടുക്കുക. അപ്പം പത്രോസിൽ നിന്നും തിമോത്തിയോസിന് കിട്ടി. തിമോത്തിയോസിന് പറയുകയാണ്, എന്നിൽ നിന്നും കണ്ടതും കേട്ടതും പഠിച്ചതും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ കഴിവുള്ള വിശ്വസ്തരെ ഇത് ഫലമേൽപ്പിക്കണം. ദൗത്യം തുടരാനായിട്ട് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നതായിട്ട് നമ്മുടെ മനസ്സിലാക്കുകയാണ്. ചുരുക്കത്തിൽ പൗലോസിന് കിട്ടിയ ഈ അപ്പസ്തോല അധികാരം തീത്തോസിന് നൽകുന്നു, അല്ലെങ്കിൽ തിമോത്തിയോസിന് നൽകുന്നു. തിമോത്തിയോസ് വിശ്വസ്തരായ ആളുകളെ കണ്ടെത്തി അവർക്ക് നൽകുന്നു. അവർ വീണ്ടും അത്
വിശ്വസ്തരെ കണ്ടെത്തി കൈമാറുന്നു. അങ്ങനെ അപ്പസ്തലന്മാർ കിട്ടിയ ദൗത്യവും ശക്തിയും അധികാരവും സഭയിലൂടെ, ദൃശ്യമായ ഒരു സഭയിലൂടെ 2000 വർഷമായി ഇന്നും തുടരുകയാണ്. സഭയിൽ പ്രതിസന്ധി വന്നപ്പോൾ അപ്പസ്തലന്മാർ ഒന്നിച്ചുകൂടി ജെറുസലേം സുനോദോസിൽ വെച്ച് തീരുമാനമെടുത്തതുപോലെ സഭയിൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ AD 325 യേശുവിൻ്റെ ദൈവത്വത്തെ ആര്യൂസ് നിഷേധിച്ചപ്പോൾ അപ്പസ്തോല സംഘത്തിൻ്റെ പിൻഗാമികളായ മെത്രാന്മാർ ഒന്നിച്ചുകൂടി നിഖ്യാ സുനോദോസിൽ യേശുവിൻ്റെ ദൈവത്വം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അപ്പസ്തലന്മാർക്ക് ലഭിച്ച ഈ അധികാരം 325 വർഷത്തിന് ശേഷം ഒരു സുനോദോസ് സംവിധാനത്തിൽ വീണ്ടും ഈ അധികാരം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും 381 പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠിപ്പിക്കൽ ഈ സുനോദോസിലൂടെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. വീണ്ടും 431 നെസ്തോറിയൻ പാഷണ്ഡർക്കെതിരെ സഭയുടെ സുനോദോസ് ഒന്നിച്ചുകൂടി എഫെസോസ് സുനോദോസിൽ നെസ്തോറിയൻ പാഷണ്ഡതയെ നിരാകരിക്കുന്നതും യേശു ഒരു വ്യക്തിയും 2 സ്വഭാവവുമാണ് എന്നുള്ള കാര്യം സ്പഷ്ടമായി പഠിപ്പിക്കുകയും ചെയ്തു. വീണ്ടും 451 കാൽസഡോൺ സുനോദോസിൽ വെച്ച് എവ്തിക്കൂസിൻ്റെ ഏകസ്വഭാവവാദം പഠിപ്പിക്കലിനെതിരായി സഭ കൃത്യമായി യേശുവിൽ 2 സ്വഭാവം ഉണ്ട് എന്ന കാര്യം, അത് യേശു എന്ന വ്യക്തിയിൽ, ഒരു വ്യക്തിയിൽ അത് ചേർന്നിരിക്കുന്നു എന്നുള്ള സ്പഷ്ടമായ പഠിപ്പിക്കൽ നടത്തി. അങ്ങനെ തുടർന്ന് സഭയിൽ നിരവധി സുനോദോസുകൾ നടക്കുകയുണ്ടായി. 1962 മുതൽ 65 വരെ നടന്ന 2-ാം വത്തിക്കാൻ സുനോദോസ്, 21-ാമത്തെ സുനോദോസ്, അതാണ് അവസാനം സഭയിൽ നടത്തപ്പെട്ട സാർവത്രിക സുനോദോസ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ മരണ ഉത്ഥാന ശേഷം ഒരു ദൃശ്യമായ സഭ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അപ്പസ്തോലിക സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോലിക സംഘം, തുടർന്ന് പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ മാർപ്പാപ്പായോട് ചേർന്നുള്ള മെത്രാൻ സംഘം. ഈ ഒരു ദൃശ്യമായ സഭയുടെ ചട്ടക്കൂട് 1-ാം നൂറ്റാണ്ട് മുതൽ 2023 വരെ ദൃശ്യമായ ഒരു സഭയുടെ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മാർപ്പാപ്പായ പത്രോസ് മുതൽ 266-ാമത്തെ പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ഇടമുറിയാത്ത ദൃശ്യമായ സഭയുടെ ഒരു ചട്ടക്കൂട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു കൊടുത്ത അപ്പസ്തോലിക അധികാരം, ശക്തി, ദൗത്യം 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ അഭംഗുരമായി സഭയിൽ തുടരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സഭ അദൃശ്യമല്ല, ദൃശ്യമാണ്. പെൻ്റെക്കോസ്റ്റൽ ഫ്രീ ചർച്ചുകളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സഭ അദൃശ്യമാണെന്ന് പറയാനാണ് അവർക്ക് താല്പര്യം. കാരണം യേശു ദൃശ്യമായ സഭ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ആ ദൃശ്യമായ സഭയുടെ തുടർച്ച ഇന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ അത് പ്രതിസന്ധിയിലാക്കും. ഒരു പെൻ്റെക്കോസ്റ്റൽ സമൂഹം അവരുടെ സഭയുടെ തുടർച്ച അന്വേഷിച്ചു പോയാൽ 100 വർഷമേ അതിന് ആയുസ്സുള്ളൂ. ഒരുപക്ഷെ മാർട്ടിൻ ലൂതർ വരെ 16-ാം നൂറ്റാണ്ട് വരെ പുറകോട്ട് പോകാൻ സാധിക്കുമായിരിക്കും. അതിൽ മാർട്ടിൻ ലൂതറിൽ പോയി നിൽക്കും. അതുകൊണ്ടാണ് യേശു ദൃശ്യസഭ സ്ഥാപിച്ചില്ല, യേശുവിൻ്റെ സഭ അദൃശ്യമാണ് എന്നുള്ള തെറ്റായ പാഷണ്ഡത പെൻ്റെക്കോസ്റ്റൽ സമൂഹങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് യേശുവിൻ്റെ സഭ ദൃശ്യമാണ്. ആ സഭ ഇന്നും നിലനിൽക്കുന്നു പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായിലൂടെ. മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന അപ്പസ്തോലിക സംഘം മെത്രാന്മാരുടെ ആ കൂട്ടായ്മയിലൂടെ, മാർപ്പാപ്പ നേതൃത്വം കൊടുക്കുന്ന, പത്രോസിന് പിൻഗാമി എന്ന നിലയിൽ നേതൃത്വം കൊടുക്കുന്ന മെത്രാന്മാരുടെ ആ ഒരു സംഘം ദൃശ്യമായ സഭയുടെ ഇന്ന് ജീവിക്കുന്ന അടയാളമാണ്. ഭൂമിയിലെ യേശുവിൻ്റെ കാണപ്പെടുന്ന അടയാളമാണ് ദൃശ്യസഭ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ചുരുക്കത്തിൽ യേശു അയച്ച ആരെയെങ്കിലും സ്വീകരിക്കുന്നെങ്കിൽ അത് യേശുവിനെ തന്നെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ
യേശു അയച്ച അപ്പസ്തോലന്മാരെ, അവരുടെ പിൻഗാമികളെ ആരെങ്കിലും സ്വീകരിച്ചാൽ, അംഗീകരിച്ചാൽ അത് യേശുവിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 72 ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു പ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. കർത്താവ് അയച്ച ഒരു വ്യക്തിയുടെ വാക്ക് കേൾക്കുമ്പോൾ അത് കർത്താവിനെ തന്നെ കേൾക്കുകയാണ്. ആ വ്യക്തിയെ നിരസിക്കുകയാണെങ്കിൽ കർത്താവിനെ തന്നെ നിരസിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അയച്ച അപ്പസ്തോലന്മാർ, അവരുടെ പിൻഗാമികൾ, ഇന്ന് സഭയിലൂടെ തുടരുന്ന ഈ അപ്പസ്തോലധികാരം, അവർ പറയുന്നത് കേൾക്കുമ്പോൾ യേശുവിനെ തന്നെ കേൾക്കുകയാണ്. അവരെ നിഷേധിക്കുമ്പോൾ യേശുവിനെ തന്നെ നിഷേധിക്കുകയാണ്, നിരസിക്കുകയാണ്. യേശു സ്ഥാപിച്ച ദൃശ്യസഭയെ നയിക്കാൻ യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യോഹന്നാൻ 14:16, യോഹന്നാൻ 16:13. യേശു സ്ഥാപിച്ച ദൃശ്യസഭ സത്യത്തിൻ്റെ തൂണും കോട്ടയുമാണെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. 1 തിമോത്തി 3:15. എനിക്ക് മാർപ്പാപ്പായ വേണ്ട, അപ്പസ്തോലിക അധികാരം വേണ്ട, ബൈബിൾ മാത്രം മതി, നിത്യരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ബൈബിളിലുണ്ട്, പരിശുദ്ധാത്മാവിനെ നേരിട്ട് നയിച്ചുകൊള്ളും, എനിക്കും യേശുവിനും ഇടയിൽ സഭയോ മെത്രാനോ ഒന്നും ആവശ്യമില്ല, എനിക്ക് ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും സത്യവിശ്വാസിയായി ജീവിക്കാനും സാധിക്കും. ഇതാണ് ഒരു പെന്തക്കോസ്റ്റൽ മനസ്സ് എന്ന് പറയുക. അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അധികാരമോ ശക്തിയോ ദൗത്യമോ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതെല്ലാം ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് എന്ന് കരുതുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്റ്റൽ മനസ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഉത്ഥാനം ചെയ്ത യേശു കൊടുത്തിട്ട് പോയത് ഒരു അച്ചടിച്ച ലിഖിതമാണ്, ബൈബിളിനാണ് അധികാരം എന്ന് പറയുന്ന ഒരു തെറ്റായ പാഷണ്ഡത അവർ പഠിപ്പിക്കുകയാണ്. ബൈബിളിനാണ് എല്ലാ അധികാരമെന്ന് ബൈബിൾ പോലും പറയുന്നില്ല. അധികാരം സഭയ്ക്കാണ് നൽകപ്പെട്ടത്. യേശുവിൻ്റെ തുടർച്ചയായി ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു ക്രമീകരണം യേശു ഒരിക്കലും ഫലമേൽപ്പിച്ചില്ല. യേശുവിൻ്റെ തുടർച്ച ബൈബിളിലൂടെയാണെന്നും യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല, അപ്പസ്തോലന്മാരും പറഞ്ഞിട്ടില്ല. ലോകാവസാനം വരെ യേശുവിൻ്റെ തുടർച്ച ബൈബിളിലൂടെയാണെന്ന് യേശുവോ അപ്പസ്തോലന്മാരോ ഒരിക്കലും പഠിപ്പിച്ചിട്ടുമില്ല. ചുരുക്കത്തിൽ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോലിക അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടത്. സഭയ്ക്ക് നൽകപ്പെട്ടത് ഒരു ദൗത്യമാണ്, അധികാരമാണ്, ശക്തിയാണ്. അല്ലാതെ യേശു ഒരിക്കലും ഒരു ബൈബിള് അപ്പസ്തോലന്മാർക്കോ പിൻഗാമികൾക്കോ നൽകിയില്ല. ബൈബിളല്ല അതോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ സഭയാണ്. സഭയ്ക്കുള്ളിൽ സഭയ്ക്കു വേണ്ടി പരിശുദ്ധാത്മനിവേശനത്താൽ സഭയിലെ അപ്പസ്തോലന്മാരോ അവിടെ പിൻഗാമികളോ ദിവ്യനിവേശനത്താൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതം. അതിനാൽ 2000 വർഷത്തെ സഭയുടെ പാരമ്പര്യത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതവും എഴുതപ്പെടാത്ത പാരമ്പര്യവും സഭ ഒന്നുപോലെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതത്തിൻ്റെ ശുശ്രൂഷയാണ്. സഭ ഒരിക്കലും ദൈവവചനത്തെ ഭരിക്കുന്നില്ല. സഭയില്ലാതെ എഴുതപ്പെട്ട ലിഖിതത്തിന് നിലനിൽപ്പില്ല എന്ന് നാം മനസ്സിലാക്കണം. സഭയെ നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതത്തെ നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു ദൃശ്യമായ സഭ സ്ഥാപിച്ചു. ആ സഭ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യസഭയുടെ തലവനാണ് റോമിലെ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ. അദ്ദേഹത്തോട് സംസർഗത്തിലായിരിക്കുന്ന എല്ലാ കത്തോലിക്ക സഭയിലെ 24 റീത്തുകളും ഈ സഭയുടെ ദൃശ്യ അടയാളത്തിൻ്റെ ദൃശ്യമായ പ്രതീകങ്ങളാണ്. സഭ ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 2023 വർഷമായി യേശുവിൻ്റെ തുടർച്ചയായ ശരീരമായ സഭ ഇന്നും ഇടമുറിയാതെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർത്തിയാകുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.